ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഞാൻ കുറച്ച് അവിലെടുത്തിട്ടുണ്ട്. അതിനെക്കൊണ്ട് നമുക്കൊരു ലഡു ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിലെടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, വെല്ലം ഉരുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. പിന്നെ നിലക്കടല എല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, നെയ്യ് എടുത്തിട്ടുണ്ട്, ഏലക്കായ പൊടിയുണ്ട്. പിന്നെ ഞാനിതിന് എല്ലാവരും ഇടുവൊന്നും എനിക്കറിയില്ല, ഞാൻ കുറച്ച് വെളുത്ത എള്ള്, അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും, ഇടക്കിടക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് വെളുത്ത എള്ളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ അവിലിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്തിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ. അതേപോലെ നമുക്ക് തേങ്ങയും വറുത്തെടുക്കണം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വറുക്കാം. അപ്പോൾ അവിലിതാ ഞാൻ ഗ്യാസിൻ്റെ മേലെ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. നല്ല ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ കറുമുറുവാകുന്നവരെയും നമുക്കൊന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം തേങ്ങയും വറുത്തെടുക്കാം. കുറച്ച് നേരം അനക്കാണ്ട് വെക്കട്ടെ, ഒന്ന് ചൂട് പിടിക്കട്ടെ. ഇത് തണിഞ്ഞതിൻ്റെ ശേഷം വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കലുണ്ടോ ഗൈസ്? ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുഞ്ഞു മക്കൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. പിന്നെ വെല്ലാന്നല്ല ചേർക്കുന്നു, പഞ്ചസാരയല്ല, വെല്ലാന്ന് ചേർക്കുന്നു. അപ്പോൾ ഇത് നല്ലോണം വറുത്തായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ അതിൽ നല്ലോണം നല്ല കറുമുറുവായിട്ട് ആയിട്ടുണ്ട്. കണ്ട നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞിട്ടുണ്ട. അപ്പോൾ നമുക്ക് ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ഇതിനെ വാങ്ങി പ്ലേറ്റിലിടാം. ഇനി നമുക്ക് തേങ്ങേനെ വറുത്തെടുക്കാം. തേങ്ങേൻ്റെ വെള്ളമെല്ലാം ഒന്ന് ആറി വരുന്നവരെയും വറുത്തെടുക്കാം. ചോന്ന് വരണ്ട, തേങ്ങേൻ്റെ വെള്ളമെല്ലാം ഒന്ന് ആറി വരുന്നവരെയും നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഈ അവിലപ്പോഴത്തേക്ക് തണിയട്ടെ, എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. എന്നിട്ട് തേങ്ങയും നമുക്ക് തണിയാനിടണം. അത് രണ്ടും തണിഞ്ഞതിൻ്റെ ശേഷമാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത്. വേഗം കഴിയും പരിപാടിയല്ല. ഇതൊന്ന് വറുത്തിട്ട് തണിഞ്ഞിട്ട് പൊടിക്കാനുള്ള ഒരു നേരം മാത്രമേ ഉള്ളൂ. പിന്നെ വേഗം എല്ലാ പരിപാടിയും കഴിയും. നിലക്കടലയെല്ലാം നേരത്തെ എല്ലാം ക്രഷ് ചെയ്ത് വെച്ചുകൊണ്ട് പിന്നെ പണിയായില്ലല്ലോ. അപ്പോൾ ഇതും അങ്ങനെ ആവട്ടെ. ഇതൊക്കെ തേങ്ങേൻ്റെ വെള്ളമെല്ലാം ആറിയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചോന്ന് വരുന്നതിനടുത്ത് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണിയാൻ വെക്കണം. അപ്പോൾ ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ തേങ്ങയും കൂടി തണിയട്ടെ. അപ്പോൾ ഇതാ ഞാൻ അവിൽ വറുത്ത തണിഞ്ഞതിന് ശേഷം പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അവിൽ പൊടിച്ചത്, ഇത് തേങ്ങ പൊടിച്ചത്. അപ്പോൾ ഇത് രണ്ടും പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ പാനിൻ്റെ അകത്തേക്ക് ഞാൻ വെല്ലം ഉരുക്കിയത് ഒഴിക്കുന്നുണ്ട്. തീ കത്തിച്ചിനില്ലേ, തീ കത്തിക്കുന്നതിനടുക്ക് ഞാനിതാ ഒഴിക്കുന്നതാണ്. മണ്ണും കല്ലെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പോകണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഈ പൊടിൻ്റെ അകത്തേക്ക് കലക്കണം. ഈ തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഞാൻ മിക്സ് ചെയ്യാം. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇതിനെ കുറുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിക്കട്ടെ. അപ്പോൾ നല്ലവണ്ണം നമുക്കിതിനെ ഇളക്കി കുറുക്കി എടുക്കണം. ചൂടാവട്ടെ. നല്ല ഹെൽത്തി അവിലുണ്ടയാണ്. അവിലുണ്ടയല്ല, ലഡു. എപ്പോൾ ഞാൻ പറയുന്ന ഓരോന്നിങ്ങനെ തെറ്റിപ്പോകുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അതേപോലെ വേറെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും നിലക്കടലയും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞു പോയി എന്ന് വെച്ചാൽ കടല മുട്ടായി. ആദ്യം തന്നെ പറഞ്ഞു, എന്താ അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല, കടലയുള്ളതുകൊണ്ടോ എന്തോന്നും അറിയില്ല. അപ്പോൾ അത് എല്ലാവരും ക്ഷമിക്കണം. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അപ്പം അങ്ങനെ പറയുമ്പോൾ എല്ലാം തെറ്റിപ്പോകുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇതും ഇപ്പം അതേപോലെ തന്നെ പറഞ്ഞു, അവരിൻ്റെ ലഡുവാണിത്. ഇപ്പം എപ്പോഴും മാറ്റി പറയുന്നുണ്ടില്ലേ, അതാ പറഞ്ഞ് എല്ലാം ഇങ്ങനെ മാറിപ്പോകുന്നു ഗൈസ്. എല്ലാവരും ക്ഷമിക്കണേ. അതുകൊണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. നമ്മളെ നിലക്കടല എല്ലാം കൂടി നല്ല ഫ്രൈ ആയിട്ട് വരട്ടെ, കുറുകി വരട്ടെ. അപ്പോൾ കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഏലക്കായൻ്റെ പൊടി ഇട്ടു. എല്ലാ സ്ഥലത്തും നമുക്ക് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ തീ നമുക്കൊന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് കുറച്ച് നെയ്യ് ഇട്ടിക്കണം ഇതിൻ്റെ അകത്തേക്ക്. നെയ്യ് ഞാൻ കുറച്ച് ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഞാൻ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കും. അപ്പോൾ ഇത് നല്ല ഇതായിട്ട് വരട്ടെ. ഇതിന്ന് നമുക്ക് ഉരുളകളാക്കി എടുക്കേണ്ട പാകത്തിനായി വരണം. എന്നിട്ടാണ് ഇത് തീ ഓഫാക്കേണ്ടത്. അതുവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല, മുന്തിരി അങ്ങനത്തൊന്നും ഇടുന്നില്ലേ, ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ഇത് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. വേറെയൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ എല്ലാം ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് ഒരു ലേശം കൂടി ഞാൻ നെയ്യ് ഇട്ടിച്ച് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നമുക്ക് തീ ഓഫാക്കണം. ലാസ്റ്റ് ഒന്നും ഇട്ടിച്ച് കൊടുത്തതാണ്. ഒന്ന് ഇതെല്ലാം ക്ലിയറാക്കി എടുക്കാം. കണ്ടല്ലോ. എന്നിട്ട് കുറച്ചൊന്ന് തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഉരുട്ടിയിട്ട് നല്ല ക്ലിയറാക്കിയിട്ട് എടുക്കാം. കണ്ട നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഉണ്ടല്ലോ, മറിച്ചിങ്ങനെ ഇടുമ്പം തന്നെ നല്ല കണ്ടീഷനായിട്ട് കിട്ടുന്ന അപ്പോൾ ആയിട്ടുണ്ട്. ഇത് ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക്.
അപ്പോൾ പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ടേ. കണ്ടല്ലോ, നല്ല കണ്ടീഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇളഞ്ഞ് ചൂടോടെ തന്നെ നമുക്ക് ഉരുട്ടി വെക്കണം, പിന്നെ ഉരുട്ടാൻ പറ്റില്ല. അപ്പോൾ ഇളഞ്ഞ് ചൂടോടെ തന്നെ ഞാനിത് ഉരുട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഗൈസ്, ഇതാ കണ്ട, ഇതേപോലെ നമുക്ക് എല്ലാവരെയും ഉരുട്ടിയെടുക്കാം. ഇളം ചൂടോടെ തന്നെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഷേപ്പാക്കാം. ഇതാ കണ്ട, നല്ല അടിപൊളിയായിട്ട്. ഇതാ അപ്പം എല്ലാം ഞാൻ അങ്ങനെ എന്നാൽ ഉരുട്ടിയെടുക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മറ്റല്ലാണ്ട് ഇത് കുറേ നേരം ഈ ഉരുട്ടുന്ന കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാടായിപ്പോവില്ലേ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉരുട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ്, അവിലഡു ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടല്ലോ, ഇത്രയാണ് അതിനെ കൊണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരണം. സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് തരണം. മോളെന്ന ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുതേ ഗൈസ്. അപ്പോൾ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടിയുണ്ട്, അതും കൂടി എല്ലാവരും ചെയ്ത് സപ്പോർട്ട് തരൂ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.